ഇന്നൊരു 2 kg ചിക്കൻ ഉണ്ട്. അപ്പോൾ അത് നമുക്കൊരു ചിക്കൻ പെരട്ട് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ചട്ടി വെച്ചൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ളത് ഒരു 3 സവോള, ഒരു വലിയ കുടം വെളുത്തുള്ളി, ഒരു 30 ചുവന്നുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, തക്കാളിയൊക്കെയാണ്. പിന്നെ പുതിന, മല്ലിയില, വേപ്പില. അപ്പോൾ ഞാൻ 3 സവോള ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ സവോള പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കും. ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ടീസ്പൂൺ അല്ലാതെ ടേബിൾ സ്പൂൺ എന്ന് വേണമെങ്കിൽ പറയാം. കഷ്ടി. അപ്പോൾ അത് നന്നായി ഇളക്കി കൊടുത്തപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ് സവോള വഴന്ന് വരാൻ വേണ്ടി നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് തന്നെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് അത് വഴറ്റിയെടുക്കണം. ഇനിയിപ്പോൾ നമ്മൾ പകുതി വഴന്ന് വന്നതിന് ശേഷം മറ്റുള്ളതൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുള്ളൂ. അപ്പോൾ സവോള ആയി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഐറ്റംസൊക്കെ ഇട്ട് കൊടുത്തു. കാണിക്കാൻ പറ്റിയില്ല, അതായത് ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് 4 ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായി വഴന്ന് വരണം. സവോള പകുതി വഴന്ന് വന്നപ്പോഴാണ് കേട്ടോ കണ്ട സവോള വല്ലാണ്ട് വഴന്നുണ്ട്. എന്നിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ വെളുത്തുള്ളിയുടെ മണമൊക്കെ നമ്മൾ പച്ചമണമാണെങ്കിൽ നമ്മുടെ കറിക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ നന്നായി വഴന്ന് വരുന്നവരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേപ്പില ഇപ്പം നമ്മുടെ നാടൻ കറികൾക്ക് കൂടുതൽ ഇടണം, അപ്പോഴാണ് അതിൻ്റെ ഒരു രസം വരിക. അപ്പം ഇതും ഇതിൻ്റെ ഇടയിൽ കിടന്ന് മൊരിയട്ടെ ഈ വേപ്പില. ഇതിപ്പോൾ ഒരുവിധമായി വന്നിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ചേർക്കുന്നത് ഞാനൊരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ സാധാ മുളക് പൊടിയാണെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ 3/4 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചേർത്തത്. പിന്നെ കുരുമുളക് പൊടി ഒരു 3/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂണ് ഗരം മസാല എന്ന് പറയാം. നമ്മൾ മസാല പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ അത് ഞാനിപ്പോൾ ചിക്കൻ ഉപയോഗിക്കും, അതേപോലെ തന്നെ ബീഫും മട്ടനും എല്ലാത്തിനും ഞാൻ ആ മസാല തന്നെ ഉപയോഗിക്കുക. ഞാൻ അങ്ങനെ ഒരു രീതിയിലാണ് അത് പൊടിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ബേ ലീവ്സും ജാതിപത്രിയും ഒക്കെ ചേർത്തിട്ടാണ് അത് പൊടിച്ച് വെച്ചിട്ടുള്ളത്. നമ്മൾ സാധാ വാങ്ങിക്കുന്ന ചിക്കൻ മസാലയേക്കാളും സ്ട്രോങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് കാണാവുന്നതാണ്. പച്ചമണം പോണ വരെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി തക്കാളി ഇട്ട് കൊടുക്കാം. 2 തക്കാളി അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയാണ് ഞാൻ നുറുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഒന്ന് മൂടി വെച്ചിട്ട് 1 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു കഴിഞ്ഞാൽ അത് വഴന്ന് വന്നിട്ടുണ്ടാവും. ഇളക്കി കൊടുത്തിട്ടും ചെയ്യാം കേട്ടോ. ഇപ്പോൾ തക്കാളി ആയി വന്നിട്ട് നമുക്കൊന്ന് ഉടച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ നീര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. തക്കാളി കുടഞ്ഞ് വന്നുണ്ട്. ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടതാണ്. കുറച്ച് വേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, നാടൻ കറികൾക്ക് വേപ്പില കുറച്ചധികം ഇടണത് കറിക്ക് ടേസ്റ്റ് കൂട്ടും. നല്ല ഫ്രഷ് വേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ.
ഇത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഒട്ടും വെള്ളമൊന്നും ഒഴിക്കാതെ മൂടിയിട്ട് നമ്മൾ വേവിച്ചെടുക്കുക. ഒട്ടും ചാറൊന്നും കറി വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവില്ല. അത് നമ്മൾ തിളയ്ക്കുമ്പോൾ കാണുന്ന ആ ഒരു ചാറൊന്നും കറിയായി കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവില്ല. ഈ ചിക്കനോട് ചേർന്നിട്ടാണ് ഇതിൻ്റെ ഗ്രേവി ഉണ്ടാവുക. അതാണ് ചിക്കൻ പെരട്ട്. പിന്നെ ഒന്നും കൂടി നമുക്ക് വലിച്ച് ഇങ്ങനെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല, നന്നായി പറ്റിച്ചെടുക്കണമെന്ന് മാത്രം. അപ്പം ഞാനിന്ന് പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ട്, അതിലേക്കാണ് ഞാൻ ചിക്കൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, പുട്ട്, എല്ലാത്തരം അതുപോലെ ഇതിപ്പോൾ ഞാൻ ആയി വന്നിട്ടുണ്ട് കേട്ടോ. കറിയുടെ നേരത്തെ ഇളക്കി നോക്കിയപ്പോൾ ഉപ്പൊക്കെ പാകമാണ്. ഈ തിളയ്ക്കുന്ന ചാറൊന്നും അതങ്ങനെ വരണ കാരണം തോന്നണ്ട കേട്ടോ, അതിലൊന്നുമില്ല. ഇനി ഇത് വേണമെങ്കിൽ ഒന്ന് വരട്ടി അങ്ങനെ അങ്ങോട്ട് എടുക്കാം. അപ്പോൾ ഞാൻ അത്രയും ചെയ്യണില്ല, അത് തന്നെ ചാറൊക്കെ പറ്റി പിടിച്ച് വന്നോളൂ. നമ്മൾ കുറച്ച് നേരം വെച്ച് കഴിയുമ്പോഴേക്കും ഒട്ടും ചാറ് ഇതിലുണ്ടാവില്ല. ഇപ്പം ഇട്ട് കൊടുത്തത് പുതിന മല്ലിയിലയാണ്. അപ്പോൾ നമ്മുടെ കറി റെഡിയായി വന്നിട്ടുണ്ട്. കൂടി പറ്റിച്ചെടുക്കുന്നുണ്ട് ഞാൻ എന്നാലും. അപ്പോൾ പൊറോട്ട ഞാൻ ഉണ്ടാക്കിയതിൻ്റെ കൂടെ കഴിക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ.